എന്തായി ആ സമയത്ത്? നീ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണല്ലോ. എന്താ ഉണ്ടായേ? പറയാ. ഞാനൊരു സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. അച്ഛൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. അയ്യേ, എന്താ ഇത്? ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്? അച്ഛനൊന്നും വരില്ല. ചുറ്റും ചിരിച്ചു കാണിക്കണ മുഖങ്ങളൊക്കെ പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും നോട്ടം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ഞാനിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാൻ പോണുണ്ടോ. എന്നാലും ഈ ആർത്തി കാണുമ്പോഴാ. നിന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷമുള്ളൂ. പോയി കിടന്നോളൂ. ആരാ ഇപ്പൊ കളിച്ചേ? ഉറക്കം വരണില്ല അച്ഛാ, ഞാനിരിക്കാം. വേണ്ട, പോയി കിടന്നോളൂ. എനിക്കിതൊക്കെ പതിവാ. രണ്ടു മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന് പുറപ്പെടുന്നേ? പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലേ ഏട്ടൻ തിരുമനസിനോടൊന്ന് പറഞ്ഞിട്ട് പോണം. അതിനൊന്നും നിക്കണ്ട, വാ. അന്വേഷിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാ മതി. അങ്ങേർക്ക് ഇപ്പൊ അതിനല്ലേ നേരം. സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട. 3 നാളായിട്ട് ഇറങ്ങണ്ട. ഞാൻ അവനെ കൊണ്ട് വിട്ടിട്ട് വരാം. ആ, രവി വന്നിട്ടുണ്ട്. ശംഭു മഹാദേവ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത്. സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ്. ആ പദവിയുമുണ്ട്. മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങൾ എല്ലാവരും ഇരുമ്പുഴയ്ക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം. കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല. അത് സാധിക്കോ? സാധിക്കണം. വെറുതെ വധിക്കാനാണെങ്കിൽ ആർക്കും ആരെയും വധിക്കാം. തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം. ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും. ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല. അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തശ്ശൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ? ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തശ്ശ. വിജയ് ഭവ, വിജയ് ഭവ. अच्छा माले भाई। नहीं मेरे पास पैसे नहीं है। कहिए ना मुझे ज्यादा बढ़ा दो। नहीं चाहिए नहीं चाहिए। ले लो भाई, अच्छा माल है। नहीं सस्ता में रहेगा। नहीं चाहिए। ये जापान की माल है। क्या दाम में देगा जल्दी बोलो। 400, 500, 600। ये दाम तो बहुत ज्यादा प्लीज। अरे भाई भाई आओ भाई. പാഹേരെ കൊണ്ടു ഏത് നായിന്റെ മോനാണ് കണി കണ്ടത്?
തമ്പ്രാൻ തമ്പ്രാൻ എവിടെയാണ്? വല്ലതും വേണോ? ജപ്പാന്റെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വേറൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. മാമച്ചനായിരിക്കും. നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പറ്റുള്ളൂ. അതല്ല, എനിക്ക് ആ കബീർ ദാദെ ഒന്ന് കാണണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കബീർനാഥ്? അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ല? എന്ത്? മൂപ്പരകത്തായി. അകത്താ? ആ, ഒരു മാർവാടിനെ കൊന്ന കേസില് ആ ഗ്യാങ് മുഴുവൻ ചെയ്യില്ല. അല്ല, ഇതെന്താ ഇപ്പൊ നല്ല നല്ല തമ്പുരാക്കന്മാർ വിട്ടാൽ ഈ ദാദന്മാരൊക്കെ ഒരു കമ്പനി? അത് വേറൊരു ആവശ്യത്തിനാ. എന്താവശ്യം ഉണ്ടെച്ചാലും കാര്യം തുറന്നു പറഞ്ഞോളി, ഞമ്മള് ശരിയായി തരാം. അതല്ല കബീർദാദ് എന്നെ പറ്റുള്ളൂന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എങ്ങനെയാണെച്ചാ പറഞ്ഞോളി. ബൊമ്പായില് ദാദന്മാർക്കാ പഞ്ഞോ? ഇങ്ങോട്ട് പറയുന്നു. ഇതിപ്പോ നിങ്ങൾക്കാർക്കും ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ. 10-60 വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 2 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത ഒരാളെ കൊണ്ടുപോണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അമ്മാമ്മ രാജാവാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താകും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ചോര പുറത്തു വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ? ശരി, നമുക്ക് നോക്കാം. कल रात को साला इतना टाइट हो गया, मेरे को पूछे छोड़े। अच्छा ചൗധരി സാബ് ठीक है? अरे हाँ ठीक है। അങ്ങോട്ട് നോക്ക്. वरा 4 ഗ്ലാസ് പാനി ലാന. അച്ചാജി, മൂപ്പര് നമുക്ക് പറ്റിയ ആളാ ചൗധരി സാഹിബ്. അയാളെങ്ങനെ അത് മതിയോ? അല്ലെങ്കിൽ അയാൾ അടുത്തിരിക്കുന്ന ആളാ സുന്ദർ സിംഗ്? അതെങ്ങനെ? രണ്ടും കണക്കാ? എങ്ങനെ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം. ഇയാള് വേണ്ട, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണ്ടയാണെന്ന്. ഈ കൊല്ലാനും തല്ലാനും നടക്കുന്നവരൊക്കെ പ്രേം നസീറിന്റെ അടുക്ക് ഉണ്ടാവോ? ഈ പൊള്ളയില് കാഴ്ചക്ക് വേദമുള്ള ആളാ ചൗധരി. കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോ ആളിന് അതിനെ പറ്റിയ ഒരു കാഴ്ചയൊക്കെ വേണ്ടേ? അങ്ങനെ എല്ലാം തേഞ്ഞ് ലക്ഷണത്തിൽ ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരൂ. നല്ല മുഖശ്രീ. തമാശ പറയാതെ സംഭവം നടക്കുമല്ലോ എന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല വഴി ആലോചിക്കണം. ഇപ്പം കാണിച്ചെന്ന് ആരും പറ്റിയില്ലല്ലേ? പിന്നെ ഒരാളുണ്ട്, പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആരാ? ഒരു ശൈത്താനാണ്. ഓനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് കിട്ടിയ റെഡിയാ. പുഷ്പം പോലെ കൊന്നു കൈ തരും. കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും ഇറക്കണേൽക്കൊന്നല്ല, വളരെ മയത്തിലും ചിട്ടയിലും ക്ലിക് സംഗതി അയക്കും. അതും ആരും എവിടെയും കയറി ചെന്ന് കൊല്ലുന്ന ടൈപ്പൊന്നല്ല. പറ്റിയ പാർട്ടിയാണെങ്കിൽ തരം കിട്ടിയ കൊല്ലുമെന്ന് മാത്രം. കാഴ്ചക്ക് എങ്ങനെ? ആ, കാഴ്ചക്ക് നിങ്ങളെ പോലെ തന്നെ. ഓഹോ. ആ, പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണമൊക്കെ ഉണ്ട്. പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല, നല്ല പൊന്നിന്റെ നിറ. പിന്നെ മുഖം ഇങ്ങനെ കൂർത്തിട്ടല്ല, റൗണ്ട് ഫിഗറാ. പിന്നെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഞാനിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് മാത്രം. ഇപ്പൊ ആളെവിടെ?